എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ഗീത, ഇതെൻ്റെ ഭർത്താവ്, ഇതെൻ്റെ മോള് നീരജ, ഇതെൻ്റെ മോൻ നിഖിൽ. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2024 ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. വന്നപ്പോൾ എനിക്ക് ഇവിടെ തിരക്കും കാരണമായി എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും ശരിക്കും കഴിഞ്ഞില്ല. എന്നിട്ട് അത് മോള് ജനറൽ നേഴ്സിംഗാണ്. അവൾ GNM കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു ഞാൻ ഇവിടെ വന്നപ്പോൾ. അവൾ എൻട്രൻസ് എഴുതി. അങ്ങനെ അവൾക്ക് പോസ്റ്റ് ബേസിക് ചെയ്യണമെന്നാണ് അവൾ ആഗ്രഹമായിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് പ്രൈവറ്റായിട്ട് വിട്ട് പഠിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, മോളെ എൻട്രൻസ് എഴുതി കിട്ടുവാണെങ്കിൽ നീ പോക്കോ, അല്ലാതെ നമുക്ക് പഠിപ്പിക്കാൻ ഇപ്പോൾ പറ്റില്ല. അപ്പോൾ അവൾ പറഞ്ഞു എന്നാൽ അവൾ ജോലിക്ക് പോകാം. എന്നാലും അവൾ എൻട്രൻസ് പഠിച്ച് പഠിച്ച് എഴുതി. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങളിവിടെ വന്നു. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ തന്നെ എനിക്ക് എന്തോ വയറുവേദന, എന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നി. അപ്പോൾ എൻ്റെ ആൻറ്റി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ആൻറ്റി ഉടനെ വിശ്വാസപ്രമാണം പഠിച്ചു ഉടമ്പടി തൈലം എൻ്റെ നെറ്റി കുരിശു ഇട്ട് 2 തുള്ളി എനിക്ക് കുടിക്കാനും തന്നു. അത് കുടിച്ച് കഴിഞ്ഞപ്പോൾ എന്തോ എൻ്റെ അസ്വസ്ഥതയൊക്കെ മാറി. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം വന്ന് ഞാൻ മോളെ കാര്യവും പ്രാർത്ഥിച്ചിട്ട് പോയി. മോളെ കാര്യം മോള് പറയും. എൻ്റെ പേര് നീരജ. അമ്മ പറഞ്ഞതുപോലെ തന്നെ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞ് പോസ്റ്റ് ബേസിക് എന്ന് പറയുന്ന ഒരു കോഴ്സുണ്ട്. 2 ഇയർ കോഴ്സാണ്. ജനറൽ നഴ്സിംഗ് GNM കഴിഞ്ഞ് BSCക്ക് ഇക്വലൻ്റ് ആകുന്ന 2 ഇയർ കോഴ്സാണ് പോസ്റ്റ് ബേസിക്. അപ്പോൾ എനിക്കത് പഠിക്കാൻ വേണ്ടി താല്പര്യം ഉണ്ടായിരുന്നു. അമ്മ പറഞ്ഞതുപോലെ പ്രൈവറ്റിൽ പഠിക്കാൻ വേണ്ടിയുള്ള സാമ്പത്തിക ശേഷി ഞങ്ങൾക്കില്ലായിരുന്നു. അത്യാവശ്യം പഠിച്ചു, എക്സാം എഴുതി. 500 എബോവ് 500-ലധികം പേര് എഴുതിയ എക്സാം ആയിരുന്നു. അതിൽ 70 പേർക്ക് മാത്രമേ ഗവൺമെൻറ് സീറ്റ് കിട്ടുള്ളൂ. ട്രിവാൻഡ്രത്ത് 30 പേർക്കും ബാക്കി 40 സീറ്റ് എറണാകുളവുമാണ്. എനിക്ക് ട്രിവാൻഡ്രത്ത് പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. എക്സാം എഴുതി റിസൾട്ട് വന്ന സമയത്താണ് ആദ്യമായി അമ്മയോടൊപ്പം കൃപാസനത്ത് വരുന്നത്. വന്ന സമയത്ത് ആദ്യമായി ഞാൻ പ്രാർത്ഥിച്ച നിയോഗവും ഇത് തന്നെയായിരുന്നു. പോസ്റ്റ് ബേസിക്കിന് അഡ്മിഷൻ ലഭിക്കണമെന്നായിരുന്നു ഞാൻ ഫസ്റ്റ് പ്രാർത്ഥിച്ച ആഗ്രഹവും. ഫസ്റ്റ് പ്രാർത്ഥിച്ചു, പോയി. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു, എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എൻ്റെ റാങ്ക് 72, എൻ്റെ റാങ്ക് 42, എൻ്റെ മാർക്ക് 72 ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് 70 പേർക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുമെന്ന് വിചാരിച്ചു. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോഴും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിനി കിട്ടില്ല. ആ സമയത്ത് എനിക്ക് NHM പോസ്റ്റിംഗ് വന്നു. 2 ഇയർ വർക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പോൾ അതിന് പോവാമെന്ന് വിചാരിച്ചു. ആ സമയത്ത് രണ്ടാമത് ഇവിടെ വന്നു. അപ്പോൾ NHMന് പോകാൻ വേണ്ടി അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു. ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഥവാ എനിക്ക് അഡ്മിഷൻ ലഭിച്ചാലും റിസൈൻ ചെയ്ത് ഇറങ്ങാനേ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ 2 വീക്കിന് വേണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തു. അത് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ രണ്ടാമത് ഇവിടെ വന്ന് പോയി 2 ദിവസം കഴിഞ്ഞ സമയത്താണ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വിളിച്ചത്. സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ എനിക്ക് അഡ്മിഷൻ ലഭിച്ചു. ഇപ്പോൾ ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ് പോസ്റ്റ് ബേസിക്കിൻ്റെ. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. ഇത് എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് കിട്ടിയത് 72 മാർക്കാണ്. ഇപ്പോൾ എന്നെക്കാൾ അധികം മാർക്ക് കിട്ടിയവരും ട്രിവാൻഡ്രത്ത് അലോട്ട്മെൻറ്റ് വെച്ചവരുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയതും എറണാകുളത്തായിരുന്നു. പക്ഷേ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ട്രിവാൻഡ്രത്ത് പഠിക്കാൻ പറ്റിയത്. ഇപ്പോൾ ഇതെല്ലാം അമ്മയുടെ ഒരു പ്ലാനായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇറ്റ് ഈസ് നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഞാൻ 2025 ജൂലൈ 20-ാം തീയതിയാണ് ഇവിടെ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത്. എൻ്റെ മോന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അവൻ +2 കഴിഞ്ഞ് സ്പെഷ്യലായിട്ട് അവൻ ഡിഗ്രി ചെയ്യുമായിരുന്നു. അവന് കുഞ്ഞിലെ തൊട്ടേ ആർമിയായിരുന്നു അവന് ആഗ്രഹം. അപ്പം ഒത്തിരി എക്സാമൊക്കെ എഴുതി, പക്ഷെ അവന് കിട്ടിയില്ല. അങ്ങനെ ഞാൻ ജൂലൈയിലായിരുന്നു അവന് എക്സാമും, ആർമിയുടെ എക്സാം. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി. അവൻ എക്സാം റിസൾട്ട് വന്നു. അവന് എക്സാമിന് ജയിച്ചു. പിന്നെ ഫിസിക്കലും മെഡിക്കലും ഉണ്ട്. അത് ഇടുക്കിയിൽ വെച്ചായിരുന്നു. അപ്പോൾ അവൻ അതിന് പോകുന്ന മുന്നേ അവന് വയറുവേദനയും പനി ഇതൊക്കെ വന്നു. ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ടൊന്നും കുറയുന്നില്ല. സെപ്റ്റംബർ 8-ാം തീയതി അമ്മ മാതാവിൻ്റെ തിരുനാൾ. അങ്ങനെ അവിടെ എൻ്റെ ഭർത്താവ് പോയി. 11-ാം തീയതിയാണ് അവന് മെഡിക്കലും ഫിസിക്കലും.
അങ്ങനെ അവിടെ ഞങ്ങളുടെ കുരിശടിയിൽ അന്നദാനമുണ്ട്. അവിടെ പോയി ചോറ് വാങ്ങിച്ച് അതിൽ ഉടമ്പടി ഉപ്പിട്ട് ഞാൻ വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിച്ച് കൊടുത്തു. അത് കൊടുത്തിച്ച് അപ്പോൾ അവൻ്റെ അസ്വസ്ഥതകളെല്ലാം മാറി. അങ്ങനെ അവന് ഫിസിക്കലും മെഡിക്കലും ജയിച്ചവൻ. അവിടെ പോയപ്പോൾ തന്നെ അവനെന്തോ ഫസ്റ്റ് റൗണ്ട് ഓടിയപ്പോൾ തന്നെ അവന് പറ്റുന്നില്ല ഓടാൻ വേണ്ടി. അങ്ങനെ അവന് ഞാൻ ഉപ്പും തേനൊക്കെ കൊടുത്തേച്ചു. അവൻ തേനും കുടിച്ച് ഉപ്പൊക്കെ ഇട്ട് അവിടെ ഗ്രൗണ്ടിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഓടി. എന്തോ ഒരു ശക്തിയാണ് അവനെ ഓട്ടിച്ച് അത് ജയിച്ചവൻ. ഇപ്പോൾ അവൻ 24-ാം തീയതിയാണ് അവൻ ഇപ്പോൾ മഹാരാഷ്ട്രയിലാണ് അവൻ ട്രെയിനിങ് കഴിഞ്ഞ് അവനിനി 6-ാം തീയതി അവൻ അരുണാചൽ പ്രദേശിലാണ് അവന് ഫസ്റ്റ് പോസ്റ്റിംഗ് വന്നത്. അത് നമ്മുടെ കഴിവല്ല, എല്ലാം മാതാവിൻ്റെ കൃപയാണ്. ഇത് തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി. പിന്നെ എൻ്റെ ഭർത്താവിനും ഒരിക്കൽ ഇതുപോലെ വയറിലൊരു കുരു വന്നു. ആ കുരു വന്ന് പഴുത്ത് അങ്ങനെ ഇവിടെ ഒരിക്കൽ അത് ഞങ്ങൾ വന്നപ്പോൾ ഞായറാഴ്ച ദിവസം അച്ഛൻ്റെ ആരാധന മധ്യേ അച്ഛൻ പറഞ്ഞു, പിന്നെ വയറിലൊരു കുരു വന്ന ആൾ വേദനയായിട്ടിരിക്കുന്ന അത് അമ്മ മാതാവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും വരെ ഞങ്ങൾ മക്കൾ ഞാനും എൻ്റെ മക്കൾ 2 പേരും തിരിഞ്ഞ് അവർ പപ്പേനെ നോക്കി. പപ്പേരെ വയറിലല്ലേ കുരു ഉള്ളത്, അതാണല്ലോ അച്ഛൻ പറഞ്ഞതും സൗഖ്യമാക്കണമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുരു പൊട്ടി താഴ്ന്ന് വേദനയെല്ലാം അതോടെ മാറി. ഇത്ര അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി. ഞായറാഴ്ച എല്ലാ മാസവും ഞങ്ങൾ ഉടമ്പടി എടുത്ത ശേഷം എല്ലാ മാസവും ഞായറാഴ്ച ദിവസമാണ് ഞങ്ങളിവിടെ വരുന്നത്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് എല്ലാം മരുന്നൊന്നും ഉപയോഗിക്കാതെ തന്നെ മാറിയത്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ പുത്തൻ തോപ്പുണ്ട് ഞങ്ങൾ ഇടവകയിൽ. ആ പുത്തൻ തോപ്പിൽ പൊതിച്ചോറ് കൊടുക്കുകയും പിന്നെ ലീജൻ ഓഫ് മേരിയുടെ ഇതിൽ ആർക്കെങ്കിലും വയ്യാതെയൊക്കെ കിടക്കണം അവർക്ക് ഞങ്ങൾ സഹായിക്കും. പിന്നെ രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടി എല്ലാവർക്കും അത് ഷെയർ ചെയ്യുകയും പിന്നെ ചൊവ്വാഴ്ച ദിവസം ഉടമ്പടി ധ്യാനം കൂടും. പത്രം ഇവിടെ നിന്ന് എല്ലാ മാസവും ഞങ്ങൾ വന്ന് പത്രം വാങ്ങിച്ച് അത് എല്ലാവർക്കും ക്രിസ്ത്യാനി ഹിന്ദു അങ്ങനെ ആരുമില്ല എല്ലാവർക്കും ഞങ്ങൾ കൊടുക്കുമായിരുന്നു. കുർബാന കുമ്പസാരം 2-3 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കും. കുർബാന എല്ലാം ഞായറാഴ്ച മുടങ്ങൂല, എന്നാലും ആവണത്ര ഞാൻ എല്ലാ ദിവസവും ഞാൻ പോകാൻ ശ്രമിക്കാറുണ്ട്. ജപമാല പഠിക്കും, ബൈബിൾ 1/2 മണിക്കൂർ ബൈബിൾ വായിക്കും. പിന്നെ എൻ്റെ മോളിപ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവളൊരു എക്സാം എഴുതിയിരിക്കുന്നത്, അത് കഴിഞ്ഞ് അവൾ സാക്ഷ്യം പറയും. പിന്നെ നിത്യത വരെ അമ്മയോട് ചേർന്ന് ജീവിക്കാനുള്ള കൃപ തന്ന് അനുഗ്രഹിക്കാൻ വേണ്ടി അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. ആവേ മരിയ. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരം അരുളി. അവിടുന്ന് എൻ്റെ ആത്മാവിൻ്റെ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. സങ്കീർത്തനം 138 3-ാം വചനമാണ്. ഭർത്താവിന് വയറിലൊരു മുഴയുണ്ടായിരുന്നു. അതും ധ്യാനത്തിൻ്റെ സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുകയാണ്, വയറിന് ഒരു ഗ്രോത്തുള്ള ഒരു കുരുവുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ 3 പേരും അച്ഛൻ്റെ മുഖത്തേക്കാണ്, സ്വന്തം അച്ഛൻ്റെ മുഖത്തേക്കാണ് നോക്കിയത്. ജോസഫ് അച്ഛൻ ധ്യാനത്തിൻ്റെ സമയത്ത് ഇങ്ങനെ പറയുകയും പെട്ടെന്ന് ഇവർ 3 പേരും കൂടെ അച്ഛനെ നേർക്ക് നോക്കുകയും ചെയ്തു. പിന്നെ ഇവിടെ വെച്ച് തന്നെയാണ് കൃപാസന അമ്മയുടെ സന്നിധിയിൽ വെച്ച് തന്നെ വാഷ്റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ ആ കുരുവിൽ നിന്ന് പൊട്ടിയൊലിച്ച ആ വെള്ളവും രക്തവും കൂടെ വരുന്നതായിട്ടാണ് കണ്ടത്. അത് ഒത്തിരി നാൾ വളരെ വേദനാജനകമായ ഒരു സ്ഥിതിയിലായിരുന്നു. പക്ഷേങ്കിൽ ഇവിടെ വന്ന് അച്ഛൻ പ്രാർത്ഥിക്കുകയും ആ ധ്യാനം കഴിഞ്ഞപ്പോൾ തന്നെ വാഷ്റൂമിൽ ചെന്ന് പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ വെച്ച് തന്നെ അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അത് ഈ മകൻ തന്നെയാണ്. കാരണം ഇവർ 3 പേരുടെ പ്രാർത്ഥനയുടെ സമയത്ത് ധ്യാനത്തിൻ്റെ സമയത്ത് ജോസഫ് അച്ഛൻ അങ്ങനെ പറയുകയും പെട്ടെന്ന് സ്വന്തം അച്ഛൻ്റെ നേർക്ക് നോക്കുകയും ചെയ്തപ്പോൾ ഒരു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്, അതെൻ്റെ അച്ഛനായിരിക്കണമേ എന്ന്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഈ മക്കൾക്ക് ആ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ, സാന്നിധ്യം, രോഗസൗഖ്യം ലഭിക്കുവാനിടയായത്. അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനം 138 വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ
ഉത്തരം മരുളുന്ന ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പരിശുദ്ധ അമ്മ കൃപയുടെ സിംഹാസനത്തിലേക്കാണ് നമ്മെ ഓരോരുത്തരെയും കരം പിടിച്ച് നയിക്കുന്നത്. ഈശോയുടെ കൃപയിലേക്കാണ് ഉടമ്പടിയിലൂടെ നമ്മുടെ ജീവിതം നയിക്കുന്നത്. നാം ദൈവത്തെ വിളിക്കുമ്പോൾ ഈശോ ദൈവം മറുപടി നൽകുന്നു. ചിലപ്പോൾ സാഹചര്യങ്ങൾ മാറാതെ വന്നാലും നമ്മളെ ഹൃദയത്തെ ശക്തിയാക്കി നമ്മെ നയിക്കുകയാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റും ഒക്കെ വരാതിരിക്കുമ്പോഴും നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ധൈര്യമായിട്ടിരിക്കും മോളെ, പേടിക്കേണ്ട, നിനക്ക് വേറൊരു വലിയ പദ്ധതി ഉണ്ട് എന്ന് പറഞ്ഞു തരുന്ന ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ നല്ലതിന് മാത്രം ആലോചിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ നമ്മൾ വിചാരിക്കും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ, ദൈവം എൻ്റെ കൂടെ ഉണ്ടോ എന്ന്. പക്ഷേ അത് ദൈവത്തിനറിയാം. നമുക്ക് ഏറ്റവും ഉചിതമായ തക്ക സമയത്ത് ഉത്തരം വരളുന്ന ആ ദൈവത്തിനറിയാം നമ്മുടെ ഓരോ കാര്യങ്ങളും. ഭയപ്പെടാതെ നമുക്കും ഈശോയോടും അമ്മയോടും ചേർന്ന് നിന്ന് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ഭയപ്പെടാതെ പ്രാർത്ഥിക്കാം. ദൈവം കേൾക്കുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ഗീതയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ചും രോഗസൗഖ്യത്തിനും മക്കൾക്ക് കിട്ടിയ ഇന്നിപ്പോൾ ഈ മകന് അരുണാചലിൽ ഫസ്റ്റ് പോസ്റ്റിംഗ് ആണ്, ആർമിയിലേക്കുള്ള ഫസ്റ്റ് പോസ്റ്റിങ്ങിന് പോവുകയാണ്. അപ്പോൾ ആ ജോലി കിട്ടിയതിനും ആർമിയിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹപ്രകാരം ജോലി ലഭിച്ചതിനും മകൾക്ക് ആഗ്രഹപ്രകാരം പോസ്റ്റ് ബേസിക് നഴ്സിംഗ് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നു. എല്ലാത്തിനും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ അനുഗ്രഹമുണ്ട്. ആ വിളിച്ചപേക്ഷ നാളിൽ ഉത്തരം മല്ലിയ ദൈവത്തിനെ നമുക്ക് മഹത്വപ്പെടുത്താം. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.